ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതിൽ നിന്ന് വിഭിന്നമായ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എന്നും എന്നെയും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നതേ ഒത്തിരി പേരെ ഇവിടെ കാണാൻ സാധിക്കും. കല്യാണമോ അതുപോലെയുള്ള ഫങ്ഷൻസോ ആണെന്ന് കരുതിയ വളരെ തെറ്റിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഏതാനും കുറേ യുവാക്കൾ ചേർന്ന് ആഗസ്റ്റ് 15 അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളും കൂടിയാലോ, അന്ന് നമ്മുടെ ആരോരുമില്ലാത്ത കുഞ്ഞു മക്കൾക്കും അതുപോലെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ പതിവ് ഇവിടെയുണ്ട്. കുറേ വർഷങ്ങളായിട്ട് അവരത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആഗസ്റ്റ് 14 വൈകുന്നേരത്തെ ഒരുക്കങ്ങളാട്ടോ ഈ കാണുന്നത്. എല്ലാ തവണയും നമ്മൾ ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ പതിവ് ഈ തവണയും തെറ്റിച്ചിട്ടില്ല. ഈ തവണയും ചിക്കൻ ബിരിയാണി ആണ്. അപ്പം അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ്, സവോളയും അതുപോലുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ അടുത്തുനിന്നുള്ള എല്ലാ വീട്ടുകളിൽ നിന്നും എല്ലാവരും കുടുംബസമേതം എന്നെ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം കൊണ്ട് പെട്ടെന്ന് നമുക്കെല്ലാം റെഡിയാക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സവോളയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാനും അതുപോലെ വെജിറ്റബിൾസ് വേണ്ടത് ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ളതെല്ലാം ഫ്രൈ ചെയ്ത് വെക്കാനുമാണ് ഇന്ന് സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നാളെ 15 രാവിലെയാണ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാതെ അതിനിടയ്ക്കത് ഇത് സവോള കട്ട് ചെയ്യണ മെഷീനാട്ടോ. അതെ കണ്ടോ, അതിലേക്ക് അത് പൊക്കിയിട്ട് സവോള അങ്ങ് ഇട്ട് കൊടുക്കണം. അന്നേരം കണ്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞു കിട്ടും കേട്ടോ. കണ്ടോ, അത് പൊക്കിയിട്ട് നമ്മൾ സവാള 2-3-4 അങ്ങ് ഇട്ട് കൊടുക്കും. പടപടേന്ന് അത് താത്തുമ്പോൾ അരിഞ്ഞിങ്ങ് ചാടും. സൂപ്പറായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട്, സവാള അരിയണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ തവണ ലഘൂകരിച്ചു കേട്ടോ. ഉണ്ടോ, നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെയെല്ലാം ഉണ്ടോ മല്ലിയിലയൊക്കെ കഴുകി വറുത്തിയേക്കണം. അതുപോലെ തന്നെ ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം കഴുകി വറുത്തിക്കണം. അതിനിടയിൽ നമ്മുടെ എല്ലാ വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പൊന്നൂസ് അവരുടെ കൂടെ കളിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം, ആ മെഷീനിലൊന്ന് സവോള ഒന്ന് കട്ട് ചെയ്യാൻ ഞാൻ നോക്കണേ കേട്ടോ. കാണണേ അതിനിടയിൽ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് ഞാൻ ഓർത്തത് താത്തുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യണ അനുസരിച്ചായിരിക്കും സവോള അരിഞ്ഞു പോകുന്നതെന്ന്. പക്ഷേ അവർക്ക് എൻ്റെ ആ വീർപ്പ് മുട്ടൽ മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു പതിയെ സ്മൂത്തായിട്ട് വെച്ചാൽ മതി, പതിയെ സ്ലോയിൽ താത്തിയാൽ മതി, അത് തന്നെ അരിഞ്ഞ് പൊക്കോളും. ഞാനോർത്തു എൻ്റെ ബലത്തിൻ്റെ ഇതും കൊണ്ടായിരിക്കും സവോളയൊക്കെ കട്ടായി വന്നേന്ന് കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങളുടെ അരിയലും പറക്കലും കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ എല്ലാവരും കൂടെ കൂടി നിന്ന് വർത്താനം പറയുന്നത് കേട്ടോ ഈ കാണുന്നത്. നമ്മളെല്ലാവരും അതെ ഇങ്ങനെയൊന്ന് കൂടുമ്പോഴല്ലേ എല്ലാവരും വീട്ടിലെ വിശേഷം അറിയാനോ, അല്ലെങ്കിൽ അല്പം ഒന്ന് കാണും, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് നമ്മൾ വിട്ടു പോകുമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതാട്ടോ ബിജു ചേട്ടൻ, നമ്മുടെ മെയിൻ കോക്കിയാണിത്. ആദ്യം പറയാൻ വിട്ടുപോയിട്ടോ. ഉണ്ടോ, ഇത് ഈ ഇളക്കണ സാധനത്തിൻ്റെ പേരൊന്നും അവർ വേറെ എന്താ പറഞ്ഞ് എനിക്കത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്ന് ഇളക്കാനൊന്ന് തരാമോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അതൊന്നും ഇളക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അവർ വേഗം തന്ന് ഞാൻ ഇളക്കണേ കേട്ടോ. ഒത്തിരി നേരം ഒന്നും നിന്ന് ബോറാക്കാൻ പോയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ അല്ലാണ്ടോ ഒരു കൊച്ചിന്റെ കഷ്ടപ്പാട് തന്നെ. നമ്മുടെ ഈ പണികളൊക്കെ ഏകദേശമൊക്കെ തരുമ്പോൾ നമുക്കൊരു കപ്പയും കാപ്പിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കറിയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വോയിസ് ഇടാമെന്ന് കരുതി. ഇപ്പോൾ ഭയങ്കര വോയിസാട്ടോ, ഒത്തിരി പേരുള്ള ഇതല്ലേ, പിള്ളേരും ഉണ്ട്, എല്ലാവരും കൂടെ പിള്ളേരുടെ കളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമാട്ടോ, ഒന്നും തിരിയണില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വൽ വോയിസ് ഇടാത്തത്. അപ്പം ഞങ്ങളുടെ ചെറിയ കൊച്ചു വർത്താനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അടുത്ത പണി കിട്ടിയത് തേങ്ങയൊക്കെ കൂടെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുന്നത് ഞങ്ങൾ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവോളയും കരിയാപ്പിലയൊക്കെ ഇതുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊണ്ട് മാത്രമല്ല കേട്ടോ എല്ലാവരും ഹെൽപ്പ് ചെയ്തേക്കണം കണ്ടോ. ആൾബലം കൊണ്ട് എല്ലാവരും യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാ പണിയും ചെയ്ത് മുന്നോട്ട് വരാൻ എല്ലാവരും റെഡി ആട്ടോ. അന്ന് സന്ധ്യ ആയപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടാട്ടോ, എല്ലാത്തിനും കൂടാൻ യാതൊരു മടിയും കൂടാണ്ട് എല്ലാ പണിയും ചെയ്ത് അത് നിനക്കൊന്നും യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഓരോ പണിയും ചെയ്തു കേട്ടോ.
അപ്പം ഞാനിത് ഇങ്ങനെ ഇടുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും ഒന്ന് തോന്നിയേക്കാം ചിലപ്പോൾ ഇങ്ങനെ നമുക്കും ഒന്ന് ചെയ്താൽ എന്താ, അങ്ങനെ അവർ കൂടി പലരും അങ്ങനെ പലരും കൂടുമ്പോൾ ഇങ്ങനെ പലതും ചെയ്യാൻ സാധിക്കൂലേ. അപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രേരണയാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അമ്മമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞ് സന്തോഷിക്കാനും അല്ലേ, ഒത്തിരി ഫ്രീ ആയിട്ട് പെരുമാറാനും അങ്ങനെയൊക്കെ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വീണ്ടും അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ കൂടുമ്പോൾ ഒത്തിരി പേരെ കാണും, നമ്മൾ പരിചയമില്ലാത്തവരെ കാണും. അപ്പോൾ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ പരിചയം പുതുക്കാനും അത് ആരാ എവിടെയാണ് അങ്ങനെയൊക്കെ ആവാനും ഒത്തിരി പേരുമായിട്ട് ഇടപെടാനും ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുമല്ലേ. അപ്പോൾ അതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതിനിടയ്ക്ക് നമ്മുടെ കപ്പയും ഇറച്ചിയും റെഡിയായിട്ട് നമ്മുടെ മക്കളൊക്കെ ആദ്യം തന്നെ ഇരിക്കുവാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇതിനൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ പിള്ളേർക്കാണ് ആദ്യം തന്നെ മുൻഗണന. അതങ്ങനെയാലോ, അതുങ്ങൾ ഓട്ടവും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരാദ്യം തന്നെ വിശപ്പൊക്കെ മാറി എന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പിള്ളേർക്ക്, അത് കഴിഞ്ഞ് വലിയവർക്ക് കേട്ടോ. ഇതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് നമ്മുടെ ചേട്ടന്മാരുടെ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എങ്ങാനും ഒരാളുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അവർക്കത് ഫീൽ ചെയ്യില്ലേ. അതുകൊണ്ട് ഞാൻ വേറെ ആരുടെയും പറയുന്നില്ല. നമ്മുടെ കോക്കി വിജയേട്ടൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേരൊക്കെ കഴിച്ച് കഴിയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും അവരുടെ പരിപാടി അവർ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവരും കളിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെടികളിൽ കയറിയൊക്കെ നടക്കുന്നുണ്ട്. വിളമ്പാനാണോ? അപ്പം ഞങ്ങളുടെ ഊഴമൊക്കെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ, അപ്പം ഇറച്ചിയും കപ്പയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ പ്രവർത്തിച്ച് നമ്മുടെ ഇത് രാവിലെ തൊട്ട് ചേച്ചിമാരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി നന്ദി പറയുന്നു, പ്രാർത്ഥനകൾ നേരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതേ ബാക്കിയുള്ളവർ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ വറുത്ത് പോരിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം മെയിനായിട്ട് നമുക്ക്. കുറേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കപ്പ ഇറച്ചിയും തിന്നാത്തവർക്ക് ഇത് ചോറ് റെഡിയായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ പിന്നിലെല്ലാം രഹസ്യം ആരാ? നമ്മുടെ സ്നേഹമയ്യായ അമ്മമാരുടെ കരങ്ങളാട്ടോ. അപ്പം നമ്മുടെ ഏകദേശം രാത്രിയിലത്തെ പരിപാടിയൊക്കെ, ഞങ്ങളുടെ പരിപാടിയൊക്കെ ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും തീർന്നു. പിന്നെ ആണുങ്ങൾ വീണ്ടും വറക്കും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെയുണ്ട്. പക്ഷെ ഞങ്ങൾ അതിന് മുമ്പൊക്കെ പോയിട്ടോ, അവരുടെ തീരുന്നതിന് മുമ്പ്. വീണ്ടും അവർ രാവിലെ അരി കഴുക്കും കാര്യങ്ങളൊക്കെ വെളുപ്പിനേ തുടങ്ങി കേട്ടോ. 4 മണി ഒക്കെ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് സവാള അരിച്ച് സലാഡിനുള്ള സവാളയൊക്കെ അരിയലും അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണിയുടെ റൈസ് കഴുകി ബിരിയാണി റൈസ് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി കാണണോ? ഇതായി കണ്ടോളൂ, കൊതി വിടരുത് കേട്ടോ. രാവിലെ അല്പം തിരക്കി തന്നെയായിരുന്നു കേട്ടോ. കാരണം ഓരോ സെൻറ്ററിലും നമ്മൾ കൊണ്ടെത്തിക്കണമായിരുന്നു. അപ്പോൾ അവരുടെ ഫുഡിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എത്തിക്കണമല്ലോ. ഏകദേശം പറഞ്ഞാൽ ഒരു 1200 പേർക്കായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ നമുക്ക് എല്ലായിടങ്ങളിലും കൃത്യസമയത്ത് തന്നെ ഫുഡ് എത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഫുഡുമായിട്ടും അല്ലെങ്കിൽ അവരെ സന്ദർശിക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരുടെ കുട്ടികളുടെ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ മുതിർന്നവരുടെ മ്യൂസിക്, ഡാൻസ്, അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ നമ്മളെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മ്യൂസിക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ.
പിന്നെ പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് വീട് ഒരുക്കി തന്ന ആ ചേട്ടനും ചേച്ചിക്കും അവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നത് അവർക്ക് എങ്ങാനും ഇത്തിരി വിഷമം വല്ലതും ആയാലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.